യുഎസ് സൈനിക നടപടിയിൽ പ്രകോപിതരായിരിക്കുകയാണ് ഇറാൻ. എങ്ങനെയായിരിക്കും ഇറാന്റെ പ്രതികരണമെന്ന ആശങ്കയിലാണ് ലോകം. എങ്ങനെയായിരിക്കും ഇറാന്റെ പ്രതികരണം? ഒന്നുകിൽ പരിമിതമായ പ്രതികരണമായിരിക്കാം, അല്ലെങ്കിൽ യുഎസ് കേന്ദ്രങ്ങളും ഇസ്രയേലും ലക്ഷ്യമിട്ടുള്ള സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇത് നീങ്ങാം. കൃത്യമായി പറഞ്ഞാൽ 3 വഴികൾ. ഒന്ന്, ശക്തമായ തിരിച്ചടി. യുഎസിനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ മധ്യേഷ്യയിൽ സൈനികർ ഉൾപ്പെടെ 10 യുഎസ് സൈനിക താവളങ്ങളാണ് ഇറാനിയൻ മിസൈലുകളുടെ പരിധിയിലുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള 10 പോയിന്റുകൾ. രക്തച്ചൊരിച്ചിലില്ലാത്ത മറ്റൊരു ഭീകര യുദ്ധതന്ത്രം ഇറാന്റെ പക്കലുണ്ട്. ഇത് ഹോർമൂസ് കടലിടുക്കാണ്. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാനും യുഎസ് നാവികസേനാ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനും ഇറാൻ പരമോന്നത നേതാവ് ഖമേനിയുടെ ഒരു പ്രധാന ഉപദേഷ്ടാവ് നിർദ്ദേശം നൽകിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഊഴമാണെന്ന് പറഞ്ഞുള്ള ഖമേനിയുടെ ഉപദേഷ്ടാവിന്റെ സന്ദേശം പുറത്തുവന്നതായാണ് റിപ്പോർട്ടുകൾ. ഗൾഫ് മേഖലയിലെ എണ്ണ വിതരണത്തിന്റെ സിംഹഭാഗവും നടക്കുന്ന ഹോർമൂസ് കടലിടുക്കിൽ യാത്ര തടസ്സപ്പെടുത്താൻ ഇറാൻ നീക്കം നടത്തിയേക്കുമെന്ന സൂചനയുണ്ട്. ലോകത്തെ എണ്ണ കയറ്റുമതിയുടെ 20% ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. ഈ റൂട്ടിൽ കപ്പലുകൾക്ക് സഞ്ചാരം തടസ്സപ്പെട്ടാൽ അത് എണ്ണ വിതരണത്തെ ബാധിക്കും. ആഗോളതലത്തിൽ എണ്ണവില കുത്തനെ കൂടാനും ഇത് കാരണമാകും. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാനോ തടസ്സപ്പെടുത്താനോ ഇറാൻ തീരുമാനിച്ചാൽ ഒപ്പം നിൽക്കുന്നവർക്കും അത് പ്രഹരമാകും, പ്രത്യേകിച്ച് ചൈന പോലുള്ള രാജ്യങ്ങൾക്ക്. ഗൾഫ് മേഖലയിലെ മറ്റ് രാജ്യങ്ങളെയും ഈ നീക്കം പ്രതികൂലമായി ബാധിക്കും. അമേരിക്കയുടെ ഇടപെടലുണ്ടായാൽ തങ്ങളും രംഗത്തിറങ്ങുമെന്ന ഹൂതികളും ഹിസ്ബുള്ളയും അടക്കമുള്ള ഇറാനെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും നിലവിലുള്ള അവരുടെ ശേഷി വെല്ലുവിളിയല്ലെന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. 9 ദിവസത്തെ യുദ്ധത്തിൽ ഇറാന്റെ സൈനിക ശേഷിക്ക് കാര്യമായ കോട്ടമുണ്ടാക്കാൻ സാധിച്ചുവെന്ന തിരിച്ചറിവിലാണ് അമേരിക്ക രംഗപ്രവേശനം നടത്തിയിരിക്കുന്നത്. പ്രത്യാക്രമണം നടത്താതെ നയതന്ത്ര വഴി തിരഞ്ഞെടുക്കുക എന്നതാണ് അവസാന വഴി ഇറാന്റെ മുന്നിലുള്ളത്. ഇത് യുഎസിന്റെ കൂടുതൽ ആക്രമണങ്ങളിൽ നിന്ന് ഇറാനെ ഒഴിവാക്കാം. യുഎസുമായുള്ള നേരിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കാനും ഇതിലൂടെ കഴിഞ്ഞേക്കും. എന്നാൽ ഇറാൻ ഈ വഴി സ്വീകരിക്കാനുള്ള സാധ്യത വളരെ വിദൂരമാണ്. ഒരു രീതിയിലുള്ള പ്രത്യാക്രമണവും ചെയ്യാതിരിക്കുന്നത് ഇറാനിയൻ ഭരണകൂടത്തെ ദുർബലമായി കണക്കാക്കപ്പെടും. കീഴടങ്ങുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചാൽ അമേരിക്കയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇറാൻ വരേണ്ടിവരും. തിരിച്ചടിക്കുമെന്ന സാധ്യത കണക്കിലെടുത്താൽ തന്നെ മറുവശത്ത് ഗൾഫിൽ 5 എയർഫോഴ്സ് വിഭാഗങ്ങളാണ് യുഎസിനുള്ളത്. 2 കുവൈത്തിലും സൗദി, UAE എന്നിവിടങ്ങളിൽ ഓരോന്നുമുണ്ട്. ഈ കേന്ദ്രങ്ങളിൽ F-15, F-16 യുദ്ധവിമാനങ്ങളുണ്ട്. ഖത്തർ ആസ്ഥാനമായുള്ള 5ാമത്തെ കേന്ദ്രത്തിൽ ഇന്റലിജൻസ് എയർ റീഫ്യൂവലിംഗ് പ്രവർത്തനങ്ങളും നടന്നുവരുന്നു. ബഹ്റൈനിലാണ് യുഎസിന്റെ 5ാമത്തെ കപ്പൽ പടയുടെ ആസ്ഥാനം. യുഎസിന് 2 വിമാനവാഹിനി കപ്പലുകളും 9 ഡിസ്ട്രോയറുകളും ഡസൻ കണക്കിന് എയർഫോഴ്സ് ടാങ്കറുകളും ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇറാഖിലും സിറിയയിലും നില ഉറപ്പിച്ചിരിക്കുന്ന സൈനികർ ഉൾപ്പെടെ ഇറാനിയൻ മിസൈലുകളുടെ പരിധിയിൽ 10 യുഎസ് സൈനിക താവളങ്ങളുമുണ്ട്. എല്ലാം ചേർന്ന് മിഡിൽ ഈസ്റ്റിലാകെ 40,000 യുഎസ് സൈനികർ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. യുഎസ് രാജ്യാന്തര നിയമങ്ങൾ ലംഘിച്ചുവെന്നാണ് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്ചിയുടെ പ്രതികരണം. യുഎസ് ആക്രമണങ്ങൾ അതിരുകടന്നതും അനന്തരഫലങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്.